നമ്മുടെ യാത്രയിലെ അടുത്ത സ്റ്റോപ്പ് എറണാകുളത്തെ ഓഫീസാണ്. ഇവിടെ ഇത് വന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ലക്കായിട്ട് തോന്നിയത്. ശരിക്കും എൻ്റെ വീട് എറണാകുളത്താണ്. അപ്പോൾ ഞാൻ അടൂർ വന്ന് എങ്ങനെയാണ് പഠിക്കുക ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് സാറിൻ്റെ ആ ഒരു അഡ്വർടൈസ്മെൻറ്റ് ശരിക്കും പാലാരിവട്ടത്ത് I+ വരുന്നുണ്ടെന്ന്. എനിക്കത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞാനത് എന്താണ് നെറ്റ് എക്സാം എന്ന് എനിക്ക് അറിയണമെന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യം ഒന്നും പഠിക്കാതെ പോയി നെറ്റ് എക്സാം എന്താണെന്ന് അറിയാനുള്ളൊരു ആഗ്രഹത്തിൽ ഞാൻ നെറ്റ് എക്സാം പോയി എഴുതി. അപ്പോൾ ഈ 10 യൂണിറ്റും എങ്ങനെ പെട്ടെന്ന് കവർ ചെയ്യും, നമ്മൾ ഇതിനകത്തോട്ട് പെട്ടെന്ന് അറ്റാച്ച്ഡ് ആവാൻ പറ്റുമോ എന്നുള്ളൊരു ഭയം എനിക്കുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴാണ് ചില ചാപ്റ്റേഴ്സ് വളരെ ഈസി ആയിട്ട്, അതും മലയാളത്തിൽ അത്രയും സിമ്പിളായിട്ടല്ല സാറ് പറയുന്നത് ഞാൻ കണ്ടത്. സാറ് എൻ്റെ ക്ലാസ്സിൽ പറയാറുണ്ടല്ലോ, പ്രാക്ടീസ് മേക്ക് മാൻ പെർഫെക്റ്റ് എന്ന് പറഞ്ഞ പോലെ ഞാൻ DI ചെയ്യാൻ തുടങ്ങി. ശരിക്കും ഇപ്പോൾ DI എനിക്ക് മനസ്സിലായി എനിക്ക് DI ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് വന്നു തുടങ്ങി. കഴിഞ്ഞ സൈക്കിളിൽ ഞാൻ നെറ്റ് ക്വാളിഫൈ ആയില്ല, പകരം PhD ഓൺലി മാത്രമാണ് ക്വാളിഫൈ ആയത്. അപ്പോൾ ഞാൻ അലൻ സാറിന് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, സാർ എനിക്ക് ഈ പ്രാവശ്യം PhD ഓൺലി മാത്രമാണ് ക്വാളിഫൈ ആയത്, പക്ഷെ എനിക്ക് ആഗ്രഹമുണ്ട് നെറ്റ് ക്വാളിഫൈ ആവണമെന്നുണ്ട്. എറണാകുളത്തെ ഓഫ്ലൈൻ ബാച്ചിനെ പറ്റി പറയുമ്പോൾ വലിയൊരു സന്തോഷവും അതുപോലെ തന്നെ ഒരു സർപ്രൈസ് എന്നൊക്കെ പറയുന്നത് 100% കോഴ്സ് എടുത്ത് പഠനം കംപ്ലീറ്റ് ചെയ്ത വിദ്യാർത്ഥികൾക്കും JRF നെറ്റ് അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് അഡ്മിഷൻ എലിജിബിലിറ്റി ടു PhD അഡ്മിഷൻ എങ്കിലും ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിലൊരാളാണ് നമ്മുടെ മുന്നിലുള്ള സുമീര. ലോയിൽ നെറ്റ് ക്വാളിഫൈഡ് ആയി 2024 ഡിസംബർ സൈക്കിളിൽ. സ്വാഗതം സുമീര. താങ്ക് യു സർ. നമുക്ക് ഈ ഡിസ്കഷൻ തുടങ്ങും. നമ്മൾ കാഷ്വലായിട്ട് പറഞ്ഞായിരുന്നല്ലേ, സത്യം മാത്രമേ ബോധിപ്പിക്കുകയുള്ളൂ എന്ന്. ഒരു കോടതി ഭാഷ സംസാരത്തിൽ പോലും കയറി വരുന്നുണ്ട്. അതെ. അപ്പോൾ ഈ ഒരു ജേർണി എങ്ങനെ ഉണ്ടായിരുന്നു? എൻജോയ് ചെയ്തു നമ്മുടെ പഠനയാത്ര? പേപ്പർ 1 ഇപ്പോൾ കോച്ചിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു. ലോ വീക്കെൻഡ് ബാച്ച് നമ്മൾ കോച്ചിങ് തുടങ്ങിയ അധ്യാപികയായിട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ജേർണിയിൽ എത്രാമത്തെ അറ്റംപ്റ്റ് ആയിരുന്നു, പഠിച്ചത് എന്തൊക്കെയായിരുന്നു എന്നൊക്കെ ബേസിക് കാര്യങ്ങളൊന്ന് പറയാം. ഇതെൻ്റെ ശരിക്കും നെറ്റ് ക്വാളിഫൈ ആവുന്നത് 5th അറ്റംപ്റ്റിലാണ് എൻ്റെ. ശരിക്കും സ്റ്റേജ് ബൈ സ്റ്റേജ് ഇമ്പ്രൂവ്മെൻ്റ് എന്ന് തന്നെ നമുക്കിതിനെ പറയാം. ശരിക്കും ഞാൻ ആദ്യത്തെ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ പഠിച്ചിട്ടല്ല എക്സാം എഴുതുന്നത്. എന്താണ് നെറ്റ് എക്സാം എന്ന് എനിക്ക് അറിയണമെന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യം ഒന്നും പഠിക്കാതെ പോയി നെറ്റ് എക്സാം എന്താണെന്ന് അറിയാനുള്ളൊരു ആഗ്രഹത്തിൽ ഞാൻ നെറ്റ് എക്സാം പോയി എഴുതി. ഞാൻ ശരിക്കും എനിക്ക് അന്ന് മനസ്സിലായി ഇത് ഒരിക്കലും കറക്കി കുത്തിയാലൊന്നും കിട്ടുന്ന ഒരു എക്സാം അല്ല എന്ന് എനിക്ക് ശേഷം ഞാൻ സിലബസ് എല്ലാം എടുത്ത് എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു ഇത് തയ്യാറാക്കി വെച്ചു. അപ്പോൾ ഞാൻ I+ൽ ആദ്യം അപ്പോൾ ഞാൻ സെക്കൻഡ് അറ്റംപ്റ്റിൽ എങ്ങനെയെങ്കിലും പഠിച്ച് എഴുതണം എന്നുള്ളൊരു ഇത് മനസ്സ് വന്നു എനിക്ക്. അപ്പോൾ ഞാൻ I+ൽ അപ്പോൾ എനിക്കറിയില്ല. അപ്പം ഞാൻ ഒത്തിരി ചാനൽസും ബുക്സും കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ തുടങ്ങി. ഞാൻ അങ്ങനെ ആദ്യം I+ൻ്റെ യൂട്യൂബിൻ്റെ ചാനലാണല്ലോ സാർ ആദ്യം തുടങ്ങിയത്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ആദ്യം I+നെ ശരിക്കും അറിയാൻ തുടങ്ങിയത്. അപ്പോൾ ചില ചാനൽസ് നോക്കുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഈ 10 യൂണിറ്റും എങ്ങനെ പെട്ടെന്ന് കവർ ചെയ്യും, നമ്മൾ ഇതിനകത്തോട്ട് പെട്ടെന്ന് അറ്റാച്ച്ഡ് ആവാൻ പറ്റുമോ എന്നുള്ളൊരു ഭയം എനിക്കുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴാണ് ചില ചാപ്റ്റേഴ്സ് വളരെ ഈസി ആയിട്ട്, അതും മലയാളത്തിൽ അത്രയും സിമ്പിളായിട്ടല്ല സാറ് പറയുന്നത് ഞാൻ കണ്ടത്. അപ്പോൾ ഞാൻ അന്ന് PG അപ്പോൾ സെക്കൻഡ് ഇയറിലേക്ക് കിടക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ പ്രിപ്പറേഷൻസ് അപ്പോൾ ജസ്റ്റ് തുടങ്ങി. അങ്ങനെ ഞാൻ 2-3 ചാപ്റ്റേഴ്സ് എനിക്ക് എഴുതി നോട്ട്സ് ഉണ്ടാക്കാൻ പറ്റി. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ പിന്നെയും അത് വിട്ടുപോയി എൻ്റെ കയ്യിൽ നിന്ന്. പക്ഷേ ഞാനത് അറ്റംപ്റ്റ് ചെയ്തു സെക്കൻഡ്. അപ്പോൾ എനിക്ക് ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ്സ് എനിക്ക് കാണാൻ പറ്റി. പണ്ടത്തേലും കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ്സ് എനിക്ക് കാണാൻ പറ്റി. അങ്ങനെ അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ എന്തായാലും എനിക്കിത് ക്വാളിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് വന്നു തുടങ്ങി. ഞാൻ അങ്ങനെയാണ് I+ൽ ഓൺലൈൻ ബാച്ചിൽ ഞാൻ കയറുന്നത്. എനിക്ക് വളരെ PG ലൈഫിൽ ഒരുമിച്ചത് കൊണ്ടുപോകാൻ പറ്റുമെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ക്ലാസ് ആയതുകൊണ്ട്, അതും 1 മണിക്കൂറിൻ്റെ ക്ലാസ് ആയതുകൊണ്ട് എനിക്ക് വളരെ അത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു.
പക്ഷേ ഓരോ പ്രാവശ്യം അടുത്ത എക്സാം എഴുതും തോറും എനിക്കത് വളരെ മാറ്റം വന്നു തുടങ്ങിയെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് പ്രത്യേകിച്ച് സാറിൻ്റെ DI ക്ലാസ്സുകൾ ഞാൻ വിചാരിച്ചു എനിക്ക് ഒരിക്കലും DI ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പിന്നെ മാത്തമാറ്റിക്കൽ റീസണിങ് ഇത് എൻ്റെ കൈയൊക്കെ ആദ്യമേ എൻ്റെ കൈയൊക്കെ വിറക്കുമായിരുന്നു ശരിക്കും. ബാക്കിയുള്ളതൊക്കെ നമുക്ക് വായിച്ചാലും കാര്യങ്ങളൊക്കെ മനസ്സിലാവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതങ്ങ് ആദ്യം മാറ്റി വെച്ചു. പിന്നെ ഞാൻ DI തുടങ്ങി. ആദ്യം മാത്തമാറ്റിക്കൽ റീസണിങ്ങിന് ആദ്യം മാറ്റി വെച്ചു, പിന്നെ DI ആദ്യം തുടങ്ങി. പക്ഷേ പ്രാക്ടീസ് സാറ് തന്നെ ക്ലാസ്സിൽ പറയാറുണ്ടല്ലോ, പ്രാക്ടീസ് മേക്ക് എ മാൻ പെർഫെക്റ്റ് എന്ന് പറഞ്ഞ പോലെ ഞാൻ DI ചെയ്യാൻ തുടങ്ങി. ശരിക്കും ഇപ്പോൾ DI എനിക്ക് മനസ്സിലായി എനിക്ക് DI ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് വന്നു തുടങ്ങി. പിന്നെ എല്ലാം ശരിയാക്കാൻ പറ്റാൻ തുടങ്ങി. പിന്നെ ഞാൻ പയ്യെ മാത്തമാറ്റിക്കൽ റീസണിങ് എല്ലാം ചെയ്യാൻ തുടങ്ങി. പക്ഷേ മാത്തമാറ്റിക്കൽ റീസണിങ് എനിക്ക് അപ്പോഴും ശരിയായി വരുന്നുണ്ടായിരുന്നില്ല. പിന്നീട് ഞാൻ ഈ PG എല്ലാം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് എനിക്ക് ഡിഫിക്കൽട്ടായിട്ടുള്ള പാർട്ടിൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യണം. എന്നാലും ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് എനിക്കറിയാമെങ്കിലും ചിലപ്പോൾ അത് വിട്ടു നിൽക്കുന്ന പോലെ തോന്നും. അപ്പോഴാണ് ഞാനിവിടെ ഓൺലൈൻ ബാച്ചിൽ ഓഫ്ലൈൻ ബാച്ചിൽ പാലാരിവട്ടത്ത് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് എൻ്റെ ഇത്രയും നാളുള്ള തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ പാടാത്ത പാട്ടിൽ മാത്രമേ അങ്ങ് കോൺസെൻട്രേറ്റ് ചെയ്ത് നിന്നാൽ നമുക്ക് മാർക്ക് മാക്സിമം മേടിക്കാൻ പറ്റുന്നുള്ളൂ. പക്ഷെ അത് വളരെ തെറ്റായിരുന്നു. കാരണം ഈ പേപ്പർ 1 10 യൂണിറ്റിലും നമ്മൾ ഈക്വൽ ബാലൻസ് തന്നെ കൊടുക്കണം എന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങി. കാരണം നമുക്ക് ഇപ്പോൾ ഫസ്റ്റും സെക്കൻഡും യൂണിറ്റും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും റിസർച്ച് ആപ്റ്റിറ്റ്യൂഡും രണ്ടിനും നമുക്ക് ശരിക്കും ആദ്യമേ പഠിക്കുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട് തോന്നും. പക്ഷേ ഇത്രയും നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് വേറെ എവിടെയും ഇല്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി DI നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു ഇതിൻ്റെ ഒരു രീതിയുണ്ട് DIക്ക്. അത് തന്നെ തിരിച്ചും മറിച്ചുമാണ് ചോദിക്കുന്നത്. മാത്തമാറ്റിക്കൽ റീസണിങ്ങിലും അത് തന്നെയാണ് തിരിച്ചും മറിച്ചും ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള യൂണിറ്റ്സും കൂടി അതേ രീതിയിൽ കൊണ്ടുവരാൻ തുടങ്ങി. പ്രത്യേകിച്ച് ടീച്ചേഴ്സിൻ്റെ ഭയങ്കര വലിയ സപ്പോർട്ട് എനിക്ക് കിട്ടി തുടങ്ങിയപ്പോൾ നോട്ട്സ് എല്ലാം ബാക്കിയുള്ള യൂണിറ്റ്സിനെ പറ്റി പറഞ്ഞല്ലോ, അപ്പോൾ നോട്ട്സ് എല്ലാം എഴുതി തുടങ്ങിയപ്പോൾ ഓരോ കാര്യങ്ങളും ക്ലിയറായി വന്നു തുടങ്ങി. പ്രത്യേകിച്ച് ഇവിടെയുള്ള ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ ഷഹിദ മാം ആണെങ്കിലും വിശ്വലക്ഷ്മി ടീച്ചറാണെങ്കിലും ജയകൃഷ്ണൻ ആണെങ്കിലും വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചേഴ്സാണ്, സാർ ഉൾപ്പെടെ. അപ്പോൾ ക്വസ്റ്റ്യൻസ് നമ്മുടെ ഡൗട്ട്സ് എന്ത് വേണമെങ്കിലും ചോദിക്കാൻ പറ്റും. നമുക്ക് തിരിച്ചതിനുള്ള സൊല്യൂഷൻസ് കൊണ്ട് തന്നിട്ടുണ്ട് എപ്പോഴും. അങ്ങനെ ഒരിക്കലും അങ്ങനെ ഒരു ദിവസം പോലും അങ്ങനെ വിട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസം നമുക്ക് അതിനുള്ള ആൻസർ ക്ലിയർ ആയിട്ട് തന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ സപ്പോർട്ടീവായിട്ട് നമ്മളെ ശരിക്കും ഒരു കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് അതുപോലെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. വളരെ കംഫർട്ടബിൾ ആയിരുന്നു ക്ലാസ്. ഞാൻ ആഗ്രഹിച്ച പോലെയുള്ളൊരു എൻവയൺമെൻറ്റ്, ഒരു സ്ട്രെസ് ഫ്രീ എൻവയൺമെൻറ്റ് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഒരുപാട് സന്തോഷം സുമീര, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. കുട്ടികളുടെ അടുത്ത് എപ്പോഴും പറയാറുണ്ടെങ്കിലും പലരും ഈ DIയുടെ പേടിയൊക്കെ സുമീര പറയുമ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു. ഇത് കേൾക്കുന്ന ഒരുപാട് പേരുടെ മനസ്സിലും DIയും മാത്തമാറ്റിക്കൽ റീസണിങ്ങും ഒക്കെ നിങ്ങൾക്കും ചിലപ്പോൾ പേടിയുണ്ടാവാം. എന്നാൽ അത് പ്രാക്ടീസിലൂടെ അതിജീവിച്ച് 5 ചോദ്യങ്ങളിൽ 5ഉം ശരിയാക്കാം എന്നുള്ള കോൺഫിഡൻസോട് കൂടിയാണ് സുമീര ഇപ്പോൾ ഇരിക്കുന്നത്. നെറ്റിലേക്കും JRFലേക്കും ഒക്കെ എത്താൻ എല്ലാ ഏരിയകളിലും ഒരു ബേസിക് കോമ്പീറ്റൻസി എങ്കിലും മസ്റ്റാണ്. ചില ഏരിയകൾ നമ്മുടെ സ്ട്രോങ് ആക്കുന്ന പോലെ സുമീര പറഞ്ഞ പോലെ എല്ലാ യൂണിറ്റുകളിലും നമുക്കൊരു മിനിമം സ്കോർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മാത്രമേ നെറ്റിലേക്കും JRFലേക്കും എത്തുള്ളൂ. ലോ അടക്കം അത് ആവശ്യമായിട്ടുണ്ട്. ഈ ഒരു ജേർണിയിൽ ഇപ്പൊ നമ്മൾ കുറെ യൂണിറ്റുകൾ ഫോക്കസ് പറഞ്ഞു. ഡിഫിക്കൽട്ട് യൂണിറ്റുകൾ പേപ്പർ 1 തീർച്ചയായിട്ടും DIയും മാത്തമാറ്റിക്കൽ റീസണിങ്ങും ആയിരുന്നു, അത് മെച്ചപ്പെടുത്തി. ലോയിൽ ഏതൊക്കെയായിരുന്നു ഡിഫിക്കൽട്ട് യൂണിറ്റ്സ്, അതെങ്ങനെ കവർ ചെയ്തു? ലോയില് ശരിക്കും കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്റർനാഷണൽ ലോ, ഇത് ഇന്റർനാഷണൽ ലോ ആണ് കുറച്ചും കൂടി പൊതുവെ എല്ലാവർക്കും ഭയങ്കര പാട്. പക്ഷെ അത് ടോട്ടലി ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കല്ല. മാക്സിമം നമുക്കൊന്ന് പിടിക്കാവുന്നുള്ളൂ, ബാക്കി നമ്മുടെ കയ്യിലതില്ല. പക്ഷെ എനിക്ക് ലോയിൽ പൊതുവേ എനിക്ക് പറയാമെന്നുള്ളത് നമ്മൾ പേപ്പർ 1 ചെയ്യുന്ന പോലെ തന്നെ പേപ്പർ 2 നമ്മൾ
ഒത്തിരി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് കഴിഞ്ഞ വർഷത്തെ എത്രയും വർഷം മുന്നേ ഉള്ള പേപ്പേഴ്സ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു, നമ്മൾ അത്രത്തോളം ഇനിയും നമുക്ക് ഒത്തിരി ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടാവും, നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ശരിക്കും. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നെക്സ്റ്റ് അടുത്ത ചോദ്യം എന്തായിരിക്കും ചോദിക്കാൻ പോകുന്നേ എന്നുള്ളൊരു കാര്യം നമുക്ക് തിരിച്ചറിവ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് കൂടുതൽ, എനിക്ക് അങ്ങനെയാണ് കൂടുതൽ തോന്നിയിട്ടുള്ളത്. ഫുള്ളി സിലബസ് കവർ ചെയ്യുക എന്നുള്ളത് ഒരു വാസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, നമുക്കത് എപ്പോഴും എത്തിപ്പിടിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് ഞാനും ചെയ്തത്. പേഴ്സണൽ ലൈഫിൽ ഈ മോട്ടിവേഷൻ നഷ്ടമായി പോവുക, 5 അറ്റംപ്റ്റ് നടത്തി എന്ന് പറഞ്ഞു, ഇടയ്ക്ക് ഒരു ഡൗൺ ടൈം ഉണ്ടായിട്ടുണ്ടോ? അതിനെ എങ്ങനെ അതിജീവിച്ചു? ഉറപ്പായിട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ഓവർകം ചെയ്ത് സുമീരയുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ്? ഒരുപാട് പേര് എനിക്കറിയാം ഈ ജേർണി 1 ആഴ്ചയോ 2 ആഴ്ച കൊണ്ട് നടക്കുന്ന പരീക്ഷയല്ല, 6 മാസം, 1 വർഷം, 2 വർഷം. നമ്മുടെ ഒരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു, 14ാമത്തെ അറ്റംപ്റ്റിലാണ് കോച്ചിങ് എടുത്ത് അടുത്ത അറ്റംപ്റ്റിൽ കിട്ടി. തഞ്ചാവൂരുള്ള കുട്ടിയാണ്. അപ്പോൾ ഒരു ഫീഡ്ബാക്ക് ഒക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആലോചിച്ചു, ദൈവമേ, കോവിഡിന്റെ സമയമൊക്കെ കൂട്ടുകയാണെങ്കിൽ ഒരു 10 വർഷമായിട്ട് നെറ്റിന് പുറകെ നടക്കുകയാണ്. ആ ഒരു ഡിറ്റർമിനേഷൻ അല്ലെങ്കിൽ ഒരു എങ്ങനെ ഇത് പിടിച്ചു നിന്നു? ഞാൻ അലൻ സാറിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ വർഷം എന്ന് വെച്ചാൽ കഴിഞ്ഞ സൈക്കിളിൽ ഞാൻ നെറ്റ് ക്വാളിഫൈ ആയില്ല, പകരം PhD ഓൺലി മാത്രമാണ് ക്വാളിഫൈ ആയത്. അപ്പം ഞാൻ അലൻ സാറിന് ഞാൻ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, സാർ എനിക്ക് ഈ പ്രാവശ്യം PhD ഓൺലി മാത്രമാണ് ക്വാളിഫൈ ആയത്, പക്ഷെ എനിക്ക് ആഗ്രഹമുണ്ട് നെറ്റ് ക്വാളിഫൈ ആവണമെന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ആഗ്രഹമാണ് ഇന്ന് എന്നെ ഇവിടെ എത്തിച്ചേക്കുന്നത്. നമുക്ക് എത്ര ഒരു കഠിനമായ ഒരു ആഗ്രഹം അത് വാങ്ങണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് തന്നെ വന്ന് ചേരും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ I+ന്റെ ഇവിടെ പല വട്ടത്ത് ഇവിടെ ഇത് വന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ലക്കായിട്ട് തോന്നിയത്. ശരിക്കും എൻ്റെ വീട് എറണാകുളത്താണ്. അപ്പോൾ ഞാൻ അടൂര് വന്ന് എങ്ങനെയാണ് പഠിക്കുക ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് സാറിൻ്റെ ആ ഒരു അഡ്വർടൈസ്മെൻറ്റ് ശരിക്കും പാലാരിവട്ടത്ത് I+ വരുന്നുണ്ടെന്ന്. എനിക്കത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞാനത് ശരിക്കും അത് ഭയങ്കര എനിക്ക് പറയുന്ന പോലെ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ പ്രപഞ്ചം മുഴുവൻ നമ്മളോടൊപ്പം അതെ. പിന്നെ ഈ എക്സാമിന് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, ഒരു കൺസിസ്റ്റൻസി എപ്പോഴും കീപ്പ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. ഒരു ദിവസം എനിക്ക് ശരിക്കും ഞാൻ ആദ്യം സാർ പറയുന്നുണ്ടായിരുന്നല്ലോ ടൈം ടേബിളൊക്കെ ഉണ്ടാക്കി, അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം നെറ്റ് ക്വാളിഫൈ ആയിട്ടുള്ള ആൾക്കാർ, എനിക്ക് എടുത്തു പറയാനുള്ള കാര്യം വിന്നേഴ്സ് മീറ്റ് കഴിഞ്ഞ പ്രാവശ്യം സാർ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ഡേ എന്ന് പറയാതെ, കാരണം ആ ഒരു ഡേ എന്നെ വളരെയധികം മോട്ടിവേറ്റ് ചെയ്തു ശരിക്കും. കാരണം ആ സ്റ്റേജിൽ അടുത്ത പ്രാവശ്യം എനിക്ക് വന്ന് നിൽക്കണം എന്നുള്ളൊരു ആഗ്രഹം എനിക്ക് വന്നു തുടങ്ങി. ഒത്തിരി ആൾക്കാരുടെ കഥകളും കാര്യങ്ങളും എല്ലാം ഞാൻ കേട്ടു. അപ്പോൾ എനിക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി സത്യം പറഞ്ഞാൽ എനിക്കുണ്ട് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ എനിക്കും അത് നേടാം എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് I+ ബിൽഡ് ചെയ്ത് തന്നു അപ്പം തന്നെ എന്നെനിക്ക് മനസ്സിലായി. ഭയങ്കര സന്തോഷം. അപ്പോൾ എനിക്ക് മനസ്സിലായി കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തില്ലെങ്കിൽ ഇത് മുന്നോട്ട് പോകില്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ ആദ്യം കുറേ ലൈക്ക് കഴിഞ്ഞ പ്രാവശ്യം സൈക്കിൾ പാസ്സായവരൊക്കെ ഇപ്പോൾ JK ഒക്കെ പറയുമായിരുന്നു ഒരു ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്യണം ഓരോ ദിവസവും. അപ്പോൾ അത് കുറച്ചും കൂടി നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒത്തിരി കോൺഫിഡൻസ്. ഞാൻ ശരിക്കും അത് ഫോളോ അപ്പ് ചെയ്തിട്ട് എനിക്ക് പറ്റിയില്ല, എനിക്കറിയില്ല, അത് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഓരോ ദിവസവും മനസ്സിൽ ഇന്ന സാധനങ്ങൾ പഠിക്കണം, ഇന്നത് പഠിച്ചിട്ട് അടുത്ത ദിവസത്തേക്ക് പോകണുള്ളൂ എന്നുള്ളൊരു ഇത് വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മനസ്സിൽ. അപ്പോൾ എങ്ങനെ പോയാലും രാവിലെ ഞാൻ പേപ്പർ 1ഉം വൈകിട്ട് പേപ്പർ 2ഉം ഞാൻ ചെയ്യുമായിരുന്നു. ഈവൻ ചിലപ്പോൾ പേപ്പർ 2 പറ്റിയില്ലെങ്കിൽ അടുത്ത ദിവസത്തേക്ക് ഫുള്ളി പേപ്പർ 2 അങ്ങനെ വെക്കുമായിരുന്നു. എങ്ങനെ വന്നാലും NJRF ഞാൻ പ്രാക്ടീസ് ചെയ്യാതെ ഒരു ദിവസം പോലും എൻ്റെ ജീവിതത്തിൽ കൂടി കടന്നു പോയിട്ടില്ല. എനിക്ക് അത്രയും ഒരു ഭയങ്കര ഒരു NJRF ഇല്ലാതെ നമുക്കിനി ജീവിക്കാൻ പറ്റൂല, നെറ്റ് ക്വാളിഫൈ ആവൂല എന്നുള്ളൊരു അവസ്ഥ എത്തി. കൺസിസ്റ്റൻസി തന്നെയാണ് സുമീരയെ വിജയത്തിലേക്ക് എത്തിച്ചത്. നമ്മുടെ ഈ വീഡിയോ കാണുന്ന സ്റ്റുഡൻസും ചിന്തിക്കുന്നുണ്ടാവും ഇനിയും നെറ്റിലേക്കല്ലേ JRFലേക്ക് എന്ത് ചെയ്യണം. ചുരുക്കി പറഞ്ഞ ഒരു 2-3 സെന്റൻസ് ആയിട്ട് പറഞ്ഞാൽ ഇനി നെറ്റിനായിട്ടും JRFനായിട്ടും ട്രൈ ചെയ്യുന്നവരോടുള്ള ഒരു സജഷൻ എന്താണ്? ഈ പറഞ്ഞ പോലെ കൺസിസ്റ്റൻസി എപ്പോഴും കീപ്പ് ചെയ്യുക. ഓരോ ദിവസം കുഞ്ഞു കുഞ്ഞു വർക്കുകളാണെങ്കിൽ പോലും
ഒരു ദിവസം തിരിഞ്ഞു നോക്കുമ്പോൾ വലിയൊരു പാർട്ട് തന്നെ നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ടാവും. അത് വലിയൊരു ആശ്വാസമാവും. എപ്പോഴും ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക. എങ്ങനെയൊക്കെ പോയാലും നമ്മൾ നെറ്റ് ക്ലിയർ ചെയ്യും എന്ന് തന്നെയുള്ള ഒരു കോൺഫിഡൻസ് എപ്പോഴും മനസ്സിൽ ഉണ്ടാക്കുക. സ്വപ്നം കാണാൻ നിങ്ങൾ ജീവിക്കാൻ തുടങ്ങുക. അത് തന്നെ. തീർച്ചയായിട്ടും മുന്നോട്ടും ഇനിയും ഒരുപാട് വലിയ സ്വപ്നങ്ങൾ. ഇതൊരു ചെറിയ വിജയവും ആദ്യത്തെ പടിയാണല്ലോ JRFിലേക്കും നല്ലൊരു കരിയറിലേക്കും ഒക്കെ എത്താനാവട്ടെ. സ്വപ്നങ്ങൾ നഷ്ടമാകാതെ കൂടെ ചേർത്ത് പിടിക്കുക. പ്രപഞ്ചം മുഴുവൻ കൂടെ ഉണ്ടാവട്ടെ. എല്ലാ നന്മകളും. താങ്ക് യു.